എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിനെ പോയിട്ട് ഒരു ഹോം തിയേറ്റർ കാണാനിടയായി. നേരത്തെ എനിക്ക് മ്യൂസിക്കിനോടും ഒക്കെ ഒരു പാഷനുണ്ട്. തിയേറ്ററിലേക്ക് അത് എത്തിയില്ലായിരുന്നു. പക്ഷേ ആ ഒരു തിയേറ്റർ കണ്ട് എനിക്കത് ആ തിയേറ്റർ ഇഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി നമുക്കൊരു തിയേറ്റർ ചെയ്യണമെന്നൊരു ആഗ്രഹം വരികയും കുറച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കാനും പിന്നെ ഇത് ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്വേഷണമൊക്കെ തുടങ്ങി. SH ഡിജിറ്റലിലെത്തി രാഹുലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് SH തന്നെ ചെയ്തു തരുന്നതായിരിക്കും നല്ലത്. എനിക്ക് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡാർക്ക് തീം വേണം. രാഹുൽ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു തീമിലാണ് നമ്മൾ ഫ്ലോർ ആണേലും നമ്മുടെ സീറ്റ്സ് ആണേലും നമ്മുടെ അക്വാസ്റ്റിക്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു ഡാർക്ക് തീമാണ്. രാഹുൽ ഇതിൻ്റെ ഫൈനൽ പെർഫോമൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അത് വളരെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് പോലെ രാഹുൽ ഇതിൽ കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. ഇതിന് എന്താണോ ഈ പറയുന്ന ഈ സൈസ് ഡയമെൻഷനുള്ള റൂമിന് എന്താണോ ഏതൊക്കെയാണോ സ്യൂട്ട് ആകുന്നത് അപ്പം ഞാൻ പലതും സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്തൊന്ന് ബെസ്റ്റ് രാഹുൽ സെലക്ട് ചെയ്ത് തന്നു. ഞാനും അത് മനസ്സിലാക്കിയതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് ഓരോ കാര്യങ്ങളും പോയത്. 9.2.4 എന്നുള്ള കോൺഫിഗറേഷനിലാണ് നമ്മൾ തിയേറ്റർ ചെയ്തത്. അത് ഈ ക്രിക്സിൻ്റെ MX20 എന്നുള്ള സീരീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനീഷ്യൽ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് അത് ഫൈനലൈസ് ചെയ്തത്. അങ്ങനെയാണ്. പിന്നെ എനിക്ക് അതെല്ലാം കൺസീൽഡായിട്ട് സ്പീക്കേഴ്സ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഒരു അറേഞ്ച്മെൻ്റാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് ഞാൻ രാഹുലിനോട് റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ പല ബ്രാൻഡുകളുടെയും പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നു. ക്രിക്സിന് എന്തോ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടായി. പിന്നെ വാല്യൂ ഫോർ മണി. റൂം 25.5x16.5 ഫീറ്റിലാണ്. ഇമോട്ടിവ ക്രൗൺ ആംപ്ലിഫയേഴ്സ്, സിഡോയുടെ മീഡിയ പ്ലെയർ, ആപ്പിൾ TV, സോണിയുടെ ബ്ലൂറേ പ്ലെയർ, സോണി ലേസർ പ്രൊജക്ടർ, എലൈറ്റിൻ്റെ സ്ക്രീന്. നമ്മൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ഇതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഓട്ടോമേറ്റഡ് ആണ്. AV റാക്കിനകത്ത് തന്നെ 6 ഫാനാണ് SH മീഡിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ ലൈഫ് കൂടുതലായിട്ട് കിട്ടാനായിട്ട് വളരെ ഒരു പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് സീറ്റിലെ ആ ഒരു കംഫർട്ട് എൻജോയ് ചെയ്യുക. ബട്ട് അത് നമ്മുടെ വ്യൂയിങ് പ്ലഷറിന് ഒട്ടും ഒരു ദോഷം വരാത്ത രീതിയിൽ. അതുകൊണ്ടാണ് ഒരു ഡാർക്ക് തീമിൽ നമ്മൾ സീറ്റ്സ് വിത്ത് മോട്ടറൈസ്ഡ് റിക്ലൈനർ വെച്ചിട്ടുള്ള സീറ്റ്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു കൊമേഴ്സ്യൽ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന അതേ എഫക്റ്റ് എനിക്ക് ഞങ്ങളുടെ ഇവിടെ വന്ന കണ്ട എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സിനാണൊക്കെ ആണെങ്കിലും അതേപ്പറ്റി അഭിപ്രായമാണ്. എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ദ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റീസ് ഓഫ് ദി തിയേറ്റർ. പിന്നെ ഈ പറയുന്ന ഒരു വർഷമായിട്ടും നമ്മൾ എങ്ങനെയാണോ തിയേറ്റർ ചെയ്തപ്പോഴുള്ള ബന്ധം, സ്റ്റിൽ വി ആർ കണ്ടിന്യൂയിങ് ദ സെയിം റിലേഷൻഷിപ്പ് വിത്ത് SH മീഡിയ, എസ്പെഷ്യലി വിത്ത് രാഹുൽ. രാഹുലിന് വർക്കിനേക്കാളും കൂടുതൽ ഒരു പാഷനാണ്. ഇതൊരു അത് നമുക്ക് ആ സംസാരിക്കാൻ മനസ്സിലാവും. അപ്പോൾ ആ പാഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. അതാണ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നത്. സിനിമ തിയേറ്ററിൻ്റെ പേരിടണമെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലാസ് സിനിമാസ് എന്നൊരു പേരാണ് കൊടുത്തത്. അത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാം നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ചേരുന്ന ഒരു വേർഡാണ്. ഇപ്പോൾ ഹോം തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളൊക്കെ ആരോടാണേലും ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന SH മീഡിയ ആയിരിക്കും. ധൈര്യമായിട്ട് അവർക്ക് ഏത് റേഞ്ചിലുള്ള തിയേറ്ററും SH മീഡിയയെ കൊണ്ട് ചെയ്യിക്കാം. വിത്ത് സന്തോഷമായിട്ട് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഐ ക്യാൻ ഗിവ് ടു എവരിബഡി.